ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹിയർ. അപ്പം നമ്മൾ എവിടെയാന്ന് എനി ഐഡിയാസ്? ഷോർട്സ് കണ്ടവർക്ക് അറിയായിരിക്കും. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് കാശ്മീരാണ് ഗൈസ്. അതെ, നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ നമ്മൾ നിഫ്റ്റി കാശ്മീരിലേക്ക് മാറാണ്. സോ ഇന്നാണ് നമ്മൾ കോളേജിൽ പോയി, ഇന്ന് ക്ലാസ് തുടങ്ങുന്നില്ല, ഇന്നാണ് നമ്മൾ കോളേജിൽ പോയി ജോയിൻ ചെയ്ത് ഹോസ്റ്റലൊക്കെ എടുത്ത് നമ്മുടെ സാധനമൊക്കെ അവിടെ വെക്കുന്നത്. ഇന്നലെ നമ്മളൊരു വൈകുന്നേരം എത്തി. പിന്നെ ഇവിടെ ഫുൾ റെസ്റ്റ് ആയിരുന്നു. ഇന്ന് പോയി കോളേജിൽ ചേരുന്നു, പിന്നെ കുറച്ച് ലോക്കൽ സൈറ്റ് സീയിങ്, അങ്ങനെ ഒരു 3-4 ദിവസത്തെ പരിപാടി ഉണ്ട് ഇവിടെ. അപ്പം അതാണ് ഇന്നത്തെ ബ്ലോഗ് ഗൈസ്. ഒരു ഹോം സ്റ്റേയിലാണ് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ വിളിച്ച് ഒരു പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു, 3-4 ദിവസം നിൽക്കുന്നതും കോളേജിൽ ചേരുന്നതും പിന്നെ ഇവിടെ കൊണ്ടു നടക്കുന്നതിനൊക്കെ. അപ്പോൾ നമ്മുടെ ഡ്രൈവർ വന്ന് നമ്മൾ പിക്ക് ചെയ്തു. പുള്ളിയാണ് 4-5 ദിവസം നമ്മുടെ കൂടെ ഉള്ള ഒരു മലയാളിയായിട്ടുള്ള ഒരു ചേട്ടൻ്റെ പാക്കേജ് തന്നെ നമ്മളെടുത്ത്. ഇവിടെ നോക്ക്, മലയല്ല, ഇവിടെ ഇപ്പം സമ്മറാണ് ഗൈസ്. ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്നു, അല്ല മിനിങ്ങാന്നൊക്കെ മഴയുണ്ടായിരുന്നു. നമ്മളിവിടെ എത്തിയപ്പോൾ പിന്നെ മഴയില്ല. യെസ്. അപ്പം ഇന്നലെ ഷോർട്സ് കണ്ടവർക്കറിയായിരിക്കും, ഇതാണ് നമ്മുടെ റൂം. എല്ലാവരും ഫുൾ ഫാമിലി വന്നിട്ടുമുണ്ട്. അതെ, കഴിഞ്ഞ വ്ളോഗിന് ശേഷം ഫാൻസ് കൂടിയ മനുഷ്യൻ ഗൈസ്. ഹായ് ഹായ് പറ ലച്ചു. ഹായ് പറ അമ്മ. ഗൈസ്, നമ്മൾ ഇവിടെ നിന്ന് ഹോം സ്റ്റേന്ന് ഇറങ്ങാണ് ഫുഡ് കഴിക്കാൻ. അവിടെ ഒരാളത് ആപ്പിൾ മരമാണോ അല്ലയോ ഒന്ന് കൺഫേം ആക്കാൻ പോയേക്കാം. ആപ്പിൾ ആണെന്നാണ് പറയുന്നത്. ഇന്നലത്തെ നമ്മുടെ ഡ്രൈവർ ലച്ചും വ്ളോഗിന് തുടങ്ങി ഗൈസ്. ഇട്ടാൽ മതിയായിരുന്നു, ഇടാൻ ഞാൻ അവളെ പ്രോത്സാഹിപ്പിക്കും. കാരണം അവൾ സക്സസ് ആയാലും ഞാൻ സക്സസ് ആയ പോലെയല്ലേ, എന്നിട്ട് അവളുടെ പൈസക്ക് എനിക്ക് ജീവിക്കാമല്ലോ, മനസ്സിലായോ? അതെ, ഹോട്ടലിൽ ഇന്നലെ നമ്മുടെ ഡ്രൈവർ കാണിച്ചു തന്നായിരുന്നു. അവിടെ പുള്ളി വെയിറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് പോവാം. ഡ്രൈവർ പറഞ്ഞത് ഇത് ദാൽ ലേക്കിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ മറ്റേ ഷിക്കാര റൈഡൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളെ ഫ്രണ്ടിൽ നിന്ന് പോകാമെന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. അങ്ങോട്ട് നോക്കൂ, സ്ഥലമെല്ലാം ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഞാൻ ഒരു ബ്രെഡ് ടോസ്റ്റ് പറഞ്ഞു. ഇവരൊക്കെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ വരും. അച്ചൂടെ വീഡിയോ എഡിറ്റ് ചെയ്യുക, ഒരു റീൽ ഇടാനായിട്ട്. കേസ് അപ്പം നമ്മൾ നല്ല വെയിൽ, സാധനമെല്ലാം എടുത്ത് കോളേജിലേക്ക് പോവാം. എല്ലാം നമ്മുടെ ഡ്രൈവർ വന്ന് ലോഡ് ചെയ്ത് പോവാം കോളേജിലേക്ക്. അങ്ങനെ നമ്മൾ രാവിലെ കോളേജിലേക്ക് പോവുക. ബഡ്ഗാം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മുടെ കോളേജ്. നമ്മുടെ ഡ്രൈവറിനെ നേരത്തെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി നമ്മളെ നേരെ കൊണ്ടെത്തിച്ചു. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു നമ്മൾ നിന്ന സ്ഥലത്തുനിന്ന്. അങ്ങനെ നമ്മൾ നിഫ്റ്റി ശ്രീനഗർ എത്തി ഗായ്സ്. ഇതാണ് ഇനി നമ്മുടെ 3 കൊല്ലത്തെ ഹോം. ഈ നമ്മളൊരു സെക്യൂരിറ്റി പറഞ്ഞ 2nd ഫ്ലോറിൽ എവിടെയാണ് പോകേണ്ടതെന്ന്. കണ്ണൂരെക്കാട്ടിലൊക്കെ ഒത്തിരി വലിയ ക്യാമ്പസാണ്, കണ്ടാൽ തന്നെ അറിയാം അല്ലേ സിനിമ? ഹിന്ദിക്കാരനായിട്ടോ കണ്ണൂർ ഇത് ശ്രീനഗർ എത്തിയപ്പോൾ. കണ്ണൂരൊന്നുമല്ല, നമ്മൾ ഗൗരിനെ വിളിച്ചിട്ടുണ്ട്, ഗൗരി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നീച്ച വെള്ളം തോന്നുന്നു. എവിടെ? വരുന്നുണ്ട് ഗൈസ്. ക്യാമ്പസ് ടൂറാണ് ഗൈസ്. അതെ, പരഗൗരി മൊത്തം ഇംഗ്ലീഷും ഹിന്ദിയൊക്കെയാണ് കേട്ടോ. എവിടെ? ഓ ശരി, അവിടെ എയർപോർട്ട് ഉണ്ട് ഗൈസ്, അങ്ങ് ദൂരെ. അങ്ങനെ ഗൗരി വന്നിട്ട്, ഗൗരിയുടെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, കാരണം നേരത്തെ വീഡിയോസ് നമ്മുടെ ഗൗരിയുടെ ബർത്ത്ഡേ വ്ളോഗൊക്കെ ഉണ്ട്. അപ്പോൾ ഗൗരിനെ അറിയാമായിരിക്കും. അങ്ങനെ ഗൗരി വന്ന് നമ്മളെ കോളേജൊക്കെ കാണിച്ചു തന്നു. അവിടുത്തെ ഓരോ ക്ലാസ്സും ലൈബ്രറിയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ലാബും ഒക്കെ. കണ്ണൂർ ഇത്രയും ക്യാമ്പസ് അച്ഛനും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഇവിടെ വന്നിട്ട് എല്ലാം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പം അവരും ഒത്തിരി ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ക്യാമ്പസിനെ പറ്റി ബാക്കി വീഡിയോസൊക്കെ നമുക്ക് പുറകെ ഇടാം. ഇത് അക്കാഡമിക് ബ്ലോക്ക്, ഇതിൻ്റെ അപ്പുറത്തായിട്ട് ലേഡീസ് ഹോസ്റ്റലുണ്ട്. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിലെ ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്തു പോയി. നമ്മുടെ ലഗേജ് എല്ലാം റൂമിൽ വെച്ചു. എന്നിട്ട് നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരത്തോളൂ. അപ്പം ഗൗരിക്ക് ബൈ എല്ലാം പറഞ്ഞ് നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങി. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര ധൃതിയായിരുന്നു. കാരണം 4 ഫ്ലോർ ലിഫ്റ്റ് ഉണ്ടായിരുന്നത്, നമ്മളെല്ലാം എടുത്ത് വെക്കേണ്ടി വന്നു. रिटर्न में हम निशात गार्डन जाएगा, निशात मुगल गार्डन. ओके सर? ओके.
फिर शालीमार मुगल गार्डन फिर दरगाह हजरत बल और रिटर्न വെച്ച് നമ്മളെന്താ ട്രൈ ചെയ്യാൻ പോണേ? നമ്മൾ കാശ്മീരി വസ്വാൻ ട്രൈ ചെയ്യാൻ പോവാണ്. ഇതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടോ വെച്ചു? എനിക്ക് ഓർമ്മയില്ല പണ്ട് കഴിച്ചിട്ടുണ്ടോ. എനിക്കത് കഴിച്ചിട്ടുണ്ടോ. നമ്മുടെ ഡ്രൈവർ റെക്കമെൻഡ് ചെയ്തതാണ് ഗൈസ്. റേറ്റ് പറയാൻ വെച്ചു ഫുള്ളിന് 4800. പക്ഷെ നമ്മൾ ഫുള്ള് വാങ്ങുന്നില്ല. ഇവിടെ പള്ളിയിൽ പോകുന്ന സമയമായതുകൊണ്ട് ഇവിടെ ആരും ഇല്ല. കോളേജിൽ ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തു. ഹോസ്റ്റൽ റൂമിലൊക്കെ എല്ലായിടത്തും വെച്ചു. അതിൻ്റെ കോളേജിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്നത് 3 കൊല്ലം അവിടെ ഇല്ലേ, നമ്മളെല്ലാം പറഞ്ഞ സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പം എല്ലാം സെറ്റ് ചെയ്യാം. ഇന്നിപ്പോൾ നമുക്ക് ഫുൾ കാശ്മീർ കാണുന്ന, നമ്മളിത് കഴിഞ്ഞിട്ട് ലോക്കൽ സൈറ്റൊക്കെ കാണുന്നു. പിന്നെ നമ്മൾ നാളെ ഗുൽമാർഗ് ഓണാണ് വെച്ചു. ഇവിടെ എൻ്റെ സിമ്മ് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. സോ എനിക്കിവിടെ ഭയങ്കര പിടിയാണ് ഗൈസ്. ഞാൻ ഇവിടുത്തെ വലിയ ഓണാണ് വെച്ചു. ഇത് ഇവിടുത്തെ മന്തിയാണെന്ന് എനിക്ക് തോന്നുന്നത്. മട്ടനാന്ന് തോന്നുന്നല്ലോ. ഇതൊക്കെ എന്ത് പാർട്സ് എല്ലാം ഉണ്ട് ഗൈസ്. വ്ലോഗ് നമ്പർ 2 സുനിമൻ കഴിക്ക് വസ്വാൻ. ഇത് പനീറുണ്ട്, ഇതിനകത്ത് ചിക്കനുണ്ട്, മട്ടനുണ്ട്, ബീഫും ഉണ്ടെന്ന് തോന്നുന്നു. പല പല രീതിയിലൊക്കെ കറി വെച്ച് നമുക്കൊണ്ട് തന്നിട്ടുണ്ട്. ചിലതൊന്നും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലതൊക്കെ തിന്നാം. എൻ്റെ കാശ്മീർ ഫുഡ് റിവ്യൂ വസ്വാൻ. നമ്മൾ അങ്ങനെ വസ്വാനൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് തിരിച്ചു ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ പാഴ്സൽ ചെയ്ത് ബാക്കി ഹാഫാണ് വാങ്ങിച്ചാൽ നമുക്ക് 4 പേരുണ്ടായിട്ട് തിന്നാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഡ്രൈവറായിട്ട് പറയുന്നത് അത് കല്യാണമൊക്കെ വരുമ്പോഴേക്കും ഒരാളൊക്കെ അത്ര തിന്നും എന്നാണ് പറയുന്നത്. ആലോചിക്കാൻ പോലും എത്ര തിന്നുന്നത്. കുറേ ഡിഷ് ഫ്രൈഡ് റൈസ് വരുന്ന ഒരു സെറ്റപ്പുണ്ട്, മട്ടനും ചിക്കനും ഒക്കെ ഉള്ള. ഇതിപ്പം ഗുപ്കാ റോഡ് എന്നാണ് നമ്മുടെ ഡ്രൈവർ പറയുന്നത്. ഇത് ഫുൾ മറ്റേ VIP ഏരിയ ആണ്. മറ്റേ ചീഫ് മിനിസ്റ്ററിന്റെയും ഒക്കെ ഔട്ട്റീച്ച് സെന്റർ ഒക്കെ ഉള്ള സ്ഥലമാണിത്. അവിടെ ഇവിടെ എല്ലാം മറ്റേ ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നമ്മൾ പോകുന്ന വഴി ഉൾപ്പെടെ എല്ലാത്തിന്റെയും കഥ പറഞ്ഞു വരുന്നുണ്ട്. രാജ്ഭവൻ ബി ഈ റൂട്ടിലാന്നാണ് പുള്ളി പറയുന്നത്. അതെ, പുള്ളിക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയാം, നമുക്ക് കുറച്ച് ഹിന്ദി അറിയാം. നമ്മൾ എങ്ങനെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. जो करण महल था ना कश्मीर का राजा, वो भी इसी रूट पे। കശ്മീർ കാ രാജ എന്തോ അവരുടെ റെസിഡൻസ് ഒക്കെ ഇവിടെ ആണെന്നാണ് പുള്ളി പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്, അതിന്റെ ഹിന്ദി നോളജ് ഒക്കെ വെച്ചിട്ട്. കാശ്മീരി വില്ലോട്രി ഇതാണ് മറ്റേ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന സാധനം. പിന്നെ ഇതേ അപ്പുറത്തില്ല ഡാൽ ലേക്ക് ഉണ്ട്. डल लेक 16 किलोमीटर वन साइड. ഒരു സൈഡ് 16 കിലോമീറ്റേഴ്സ്. നമ്മൾ ഡാൽ ലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഭംഗിയല്ലേ, മലയും ആകാശവും പുഴയും ലേക്കും പുഴയെന്ന എന്ത് ഓ മറ്റേ വാട്ടർ തീം പാർക്ക്. നമ്മൾ ഡ്രൈവറേറ്റിനോട് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പരിപാടി അത് വാങ്ങിക്കാൻ പോകാനാണ്. പുള്ളി പറഞ്ഞു ലൈക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടുന്ന ഒരു ഷോപ്പ് പുള്ളിക്ക് അറിയാം. അത് ഡൽ ലേക്കിൻ്റെ അടുത്താണ്, അതും മുഗൾ ഗാർഡൻസ്, അതാണ് നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം. അതിനും അടുത്താന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയായിരുന്നു പുള്ളി. It's very good for like pigmentation वगैरह हो रहा है, very good for that. पेरियंदा
രാവിലെ അവിടെ നിന്ന് നമ്മൾ അത്യാവശ്യം നല്ലപോലെ പർച്ചേസ് ചെയ്തു. കാരണം ആ പുള്ളി വാസ് വെരി കൺവിൻസിങ്. പുള്ളി നമ്മളെ കൊണ്ടിങ്ങനെ വാങ്ങിപ്പിക്കുമായിരുന്നു എല്ലാം. Why? Your daughter should eat honey. ആ ഡ്രൈ ഫ്രൂട്ട്സോടെ തൊട്ടടുത്ത് നമ്മളിങ്ങനെ ഇറങ്ങിയപ്പോൾ അവർ നമ്മൾ വിളിച്ച് കൊണ്ടുപോയതാണ്. ഇത് പിന്നെ ഈ ഗേൾസ് വിൽ ബി ഗേൾസ് എന്ന് പറയുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. കാരണം ലച്ചു അമ്മയും അപ്പം തന്നെ സാരി നോക്കാൻ തുടങ്ങി. എനിക്ക് സാരീനെ പറ്റി വലിയ നോളജ് ഒന്നുമില്ല കേട്ടോ. പക്ഷെ അവർക്ക് രണ്ടുപേർക്ക് അത്യാവശ്യം നല്ലപോലെ അറിയാം. അവരിങ്ങനെ ഓരോ മെറ്റീരിയലും പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ അവിടെ നിന്ന് സെയിൽസ് ചേട്ടനെ സ്മിത്ത് ചുരിദാർ വെച്ചിട്ട് നോക്കായിരുന്നു. പുള്ളി അവിടെ നിങ്ങളുടെ മമ്മി എന്നെ മോഡലാക്കിയത്. നേരത്തെ ബ്ലോഗിലും ഈ മനുഷ്യന് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. കാശ്മീർ വന്നിട്ട് അങ്ങനെ തന്നെ. നമ്മൾ മുഗൾ ഗാർഡൻസിൽ പോയിരുന്നപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോഴാണ് അഡൾട്ട്സിന് 30, ഫോറിനേഴ്സിന് 100. വൈ ഇസ് ഇറ്റ് ലൈക്ക് ദാറ്റ്? എനിക്ക് ജെനുവൻലി അറിയാത്തതുകൊണ്ട് ചോദിക്കുക. വേറെ സ്ഥലങ്ങളിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതെന്ത് ഇങ്ങനെ? ഗൈസ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആദ്യം വന്നപ്പോൾ പോയത് മുഗൾ ഗാർഡൻസ്. ഈ പ്രാവശ്യം മുഗൾ ഗാർഡൻസ് ഒടുക്കത്തെ വെയിൽ. ഐ ഡോണ്ട് നോ ഇവൻ നോ ഇതേത് സമയമാണ്. ബട്ട് ഫീൽസ് ലൈക്ക് 12 മണി. വിയർക്കുന്നില്ല, ദാറ്റ്സ് ദ പ്ലസ് പോയിന്റ്. ബട്ട് അത്ര സുഖകരമല്ല, പൊള്ളുന്ന. എന്താ വെച്ചാൽ പറയാനുള്ള അടുത്ത് നിൽക്കും വെയില. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാശ്മീരിലെ മുഗൾ ഗാർഡനാണ്. തൊട്ടുപുറയിൽ നമുക്ക് ഡാൽ ലേക്ക് കാണാം. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ആദ്യം വന്ന് കയറി ഇവിടെയാണ് മുഗൾ ഗാർഡൻ ആദ്യം കണ്ടത്. ഇപ്പോഴും മുഗൾ ഗാർഡൻ കാണാൻ വരുന്നത് ഒരു ഭംഗിയുടെ പ്രദേശമാണ്. നമ്മൾ മുഗൾ ഗാർഡൻസിൽ അങ്ങനെ അധികം ആൾക്കാരില്ലാത്തൊരു സ്പോട്ട് കണ്ടുപിടിച്ചു. അവിടെ ആസനസ്ഥരായി. അത് കുറച്ച് ക്ലാസ് ആയിട്ടൊക്കെ ഇരുന്നെങ്കിലും ഇവിടെ നിലത്തിരുന്നു. എന്നിട്ട് എസ്തെറ്റിക് ഫോട്ടോസ് അല്ല, വ്ളോഗാണ് ഗൈസ്, വ്ളോഗ് വേർ ഫ്ലവർ ബ്ലൂം സോഡസ്. ഹോപ്പില്ലാത്തവർക്ക് അങ്ങനെ എന്തും പറയാമല്ലോ. വെയിൽ നമ്മളെ താമസം വെക്കാം. ഇഷ്ടംപോലെ മൈനയുണ്ട്, കാക്കയുണ്ട് കേട്ടോ ഇവിടുത്തെ. എന്താണ് താങ്കൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? നല്ല വെയിൽ, നല്ല ചൂട്, ടയർഡായി. ശരിയാണ്. സമ്മറിൽ കാശ്മീർ കേരളമൊക്കെ പോലെ വിയർക്കുന്നില്ല. അതാണൊരു പ്ലസ് പോയിന്റ്. കാണാൻ ഒരു ഭംഗി, അത് ഇപ്പോഴാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു പ്രത്യേക ഭംഗി എല്ലാത്തിനും അല്ലേ ഗൈസ്? ഇവിടെ വന്നിട്ട് സൺഫ്ലവർ ഉണ്ട്, റോസയുണ്ട്. അത് വൈറ്റ് ചെമ്പരത്തിയല്ലേ? അല്ലെങ്കിൽ ഞാൻ ഇപ്പം അങ്ങനെ പറയും, കാരണം അമ്മ അങ്ങനെ പറഞ്ഞു. ഇതിനെന്തോ പറയുന്നത്, കോഴിവാലിനോ? ഇതിന്റെ പേരറിയാവുന്നവർ കമന്റ് ചെയ്യൂ പ്ലീസ്. ഇല്ലെങ്കിൽ ഞാൻ ഇതിന് തോന്നിയ പേരൊക്കെ ഇടാം. ഈ സൈസ് പൂവൊക്കെ നാട്ടിലുണ്ടെന്ന് തോന്നുന്നു. നല്ലത് അത് കോഴിവാലിനോ? ഇതിനെന്താ പറയാ? അങ്ങനെ ഉണ്ടല്ലേ? അതിണ്ടാവില്ല നാട്ടിലൊന്നും. ഈ പൊക്കയ്ക്കകത്തൊക്കെ കിട്ടുന്നല്ലേ സൈസ്. എനിക്ക് സ്പ്രിംഗ് ഒക്കെ ആകുമ്പോൾ ഇവിടെ നല്ലപോലെ പൂക്കുമായിരിക്കും. ഇപ്പം സമ്മറല്ലേ? എൻ്റെ വ്ളോഗാണ്. സിനിമ രണ്ടിനും പോസ്റ്റ് ചെയ്യാം. 2022 ഞങ്ങളിവിടെ കാശ്മീർ സന്ദർശനത്തിപ്പോൾ ഈ മുഗൾ ഗാർഡനിൽ നിറച്ച ആൾക്കാരായിരുന്നു. നമുക്കൊരു സിംഗിളായിട്ടൊരു ഫോട്ടോ പോലും എടുക്കാൻ മേലത്തൊരവസ്ഥയായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു കാൽഭാഗം പോലും ഇല്ല. ആ പഹൽഗാം ഇൻസിഡൻറ്റ് ശരിയായിട്ട് ഒരു എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ടൂറിസ്റ്റ് വളരെയധികം മോശമായിട്ട് ബാധിച്ചു. ഇപ്പോൾ ഏകദേശം ഒരു 40% ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ നിന്നും അധികം ആൾക്കാർ എത്തുന്നില്ല. കേരളത്തിൽ നിന്ന് എല്ലാവരും ഇവിടെ എത്തണം എന്നിവിടുത്തെ ആൾക്കാർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്. അവരുടെ ഒരേ ഒരു ജീവിതമാർഗ്ഗമാണ് ടൂറിസം. ഇവിടുത്തെ ഹോട്ടലുകളും
അതുപോലെ തന്നെ ചെറിയ ചെറിയ കടകൾ വെക്കുക. ഇപ്പോൾ വളരെ ശോചനീയവാസി കടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കാശ്മീരിലേക്ക് തിരിച്ചു വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വെൽക്കം ബാക്ക് ടു കാശ്മീർ. ഇങ്ങനെ കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് ഫോട്ടോ എല്ലാം എടുക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എടുത്തതാണ്, നമ്മൾ എടുത്തില്ല. ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചൂടൊക്കെയാണ്. ഇതാ ഇങ്ങനെ ഇടാം. ഇട്ട ആൾക്കാരെ ഞാൻ കാണിക്കുന്നില്ല. ഇതാണ് ഡ്രസ്സ്. ഞാൻ വേണമെങ്കിൽ എൻ്റെ പഴയ ഫോട്ടോ വെച്ചേക്കാം. ഗായ്സ്, എന്ത് രസമാണ് ഇങ്ങനൊരു സ്ഥലം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇങ്ങനെ വന്നിരിക്കാൻ മാത്രം. ഐ മീൻ എല്ലാ സ്ഥലത്തും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ആലപ്പുഴയിലില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇതിന് മാത്രം ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണെങ്കിലും വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം നമ്മുടെ നാട്ടിലും ഒരെണ്ണം ഉണ്ടായിക്കൊള്ളാം അല്ലേ. ഐ റിയലി വിഷ് ആർക്കെങ്കിലും ഒരു ഐഡിയ തോന്നി ഒരെണ്ണം തുടങ്ങിയിട്ട് ലൈറ്റ് ആ സൈഡിൽ നിന്നാണ് വരുന്നത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ക്ഷമിക്കണം. അങ്ങനെ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ലതായിരിക്കും അല്ലേ. ലെറ്റ്സ് എഗ്രീസ്. സോ ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. നല്ല സ്ഥലം, കുറേ പച്ചപ്പുല്ല്, കുറേ ഇരിക്കാനുള്ള സ്പേസ്, കുറേ പൂ, വെള്ളച്ചാട്ടം, അങ്ങനെ കുറച്ച്. പിന്നെ നമ്മുടെ നാട്ടിൽ വെയിലത്തൊന്നും ഇങ്ങനെ പോയി ഇരിക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷേ ഒരു ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന കുറേ മരങ്ങളൊക്കെ വെച്ചിട്ട്, ഇതുപോലത്തെ സ്പേസ് അല്ല, നമ്മുടെ നാട്ടിലെ വെയിലൊന്നും പറ്റില്ല, കുറേ മരങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നൈസായിരിക്കും. ആലപ്പുഴയിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല. നമ്മൾ ആലപ്പുഴ ടൗൺ ഏരിയ ആര്യണിൻ്റെ അവിടെ കൂടെ ഒരെണ്ണം വരട്ടെ. ഗൈസ്, ഞാൻ ഇവിടെ കിടക്കാണ്. ഹമാര ഫുൾ ഫാമിലി, അമ്മ, അച്ഛൻ്റെ ഫാൻസാണ് മൊത്തം. എന്ത് പറയാനാ, ഞാനൊന്നും പറയാനില്ല. അയ്യോ, ഒരു ഫാമിലി ഫോട്ടോ എടുക്കുമായിരുന്നു. ലച്ചു അപ്പം ഈ സ്പെക്സ് ഷോ ആണ്, നിങ്ങൾ വിചാരിക്കേണ്ട. ഷോ എന്ന് പറഞ്ഞാൽ മറ്റേ സ്ക്രീൻ പ്രൊട്ടക്റ്റൻ്റാണ്. പിന്നെ വെക്കുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വെക്കും. മൊത്തം ഷോ ഓഫാണ്. അതെ, ഷോ ഓഫ്. എനിക്ക് ഇവിടെ നിന്നാണ് ആ സ്വഭാവം, ഇവിടെ നിന്നാണ് എനിക്ക് ആ സ്വഭാവം കിട്ടിയത്. ഇത് നേരെ തിരിച്ചാണ്. ഹി നീഡ്സ് ദിസ്, ബട്ട് ഇത് വെക്കൂല, കാരണം ലുക്ക് പോകും അത്ര. എൻ്റെ മുടി കാണാൻ നല്ല രസമുണ്ടെന്ന് ലച്ചു പറഞ്ഞു. കളർ കൊള്ളാം. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ കളർ ചെയ്തിട്ടുള്ള വീഡിയോ അല്ലേ ഇത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കിടപ്പുണ്ട്, നോക്കുക എങ്ങനെയുണ്ടെന്ന് പറയാം. കാശ്മീരിനെ പറ്റി പറയാനുള്ളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ കാശ്മീരിനെ കുറിച്ച്. ആക്ച്വലി ഐ ഡോണ്ട് റെക്കമെൻഡ് കമ്മിങ് ദിസ് സമ്മർ. സമ്മറിൽ വരണ്ട. വെരി ഹോട്ട് ഹിയർ. ഞാൻ പിന്നെ എപ്പോഴും ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ സീസൺ തന്നെ ഒന്ന്. ഹ്യൂമിഡ് ഇല്ല, നമ്മുടെ പോലെ വേർക്കില്ല, പക്ഷേ ചൂട് ഭയങ്കരമാണ്. വൈകുന്നേരം കുഴപ്പമില്ല, നൈറ്റ് കുഴപ്പമില്ല. പക്ഷെ പിന്നെ മാത്രമല്ല, സമ്മറിൽ ഒരു 9 മണിയാകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് പോകുന്നത്. അതുവരെ സൂര്യൻ്റെ ലൈറ്റ് ഉണ്ടാവും. വെളുപ്പിനെ നല്ല രാവിലെ തന്നെ ലൈറ്റ് വരികയും ചെയ്യും. ആക്ച്വലി ഒരു ബെസ്റ്റ് ടൈം ഞങ്ങൾ നേരത്തെ വന്നിട്ടുള്ളതുകൊണ്ട് ഐ തിങ്ക് ഒരു ഏപ്രിൽ മെയ് ടൈമാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു ചെറിയ തണുപ്പുണ്ടാവും, സഹിക്കാൻ വരുന്ന തണുപ്പുണ്ടാവും. ഏപ്രിലായിരുന്നു ടുലിപ്പ് ഗാർഡൻ അതൊക്കെ ഉള്ളത് സീസൺ ഉള്ളതെന്ന് തോന്നുന്നു. സെപ്റ്റംബർ, ഒക്ടോബർ, ഓട്ടം അല്ലേ? അന്നേരം നല്ല ഓട്ടം ഇൻ കാശ്മീർ അടിപൊളിയാണെന്നാണ് എൻ്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തത്. അമ്മ എന്തൊക്കെയാ മുഖം വിരിപ്പിച്ചിരിക്കുന്ന? റൂമിലേക്ക് തിരിച്ചു പോകാൻ പോകുന്ന വയറ് കാശ്മീരി ഫുഡ് കഴിച്ചിട്ടാണ് അത് അമ്മയ്ക്ക് ചുമ്മാതാണ് കേട്ടോ. അമ്മയ്ക്ക് ഇച്ചിരി കാര്യം മതി ഗ്യാസൊക്കെ കയറാൻ അല്ലേ? കാശ്മീരി ഫുഡ് കുഴപ്പമായിരുന്നു. എൻ്റെ നേരത്തെ ഞാനാണ് പെട്ടെന്ന് എൻ്റെ ഫുഡിന് സെൻസിറ്റീവ് ആയുള്ള ആളാണ്. ഓരോന്നെ പറഞ്ഞതാണ്, ബീഫ് പറ്റൂല, പറഞ്ഞ മട്ടൻ പറ്റൂല. അമ്മ അതിന് മട്ടൻ കഴിച്ചില്ലല്ലോ. എനിക്ക് മട്ടൻ ഇഷ്ടമായില്ല. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി, ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് മട്ടൻ എന്ന്. പക്ഷെ ആ എന്തോ ഒരു ഇങ്ങനെ റോള് പോലെ ഇരുന്ന സാധനം പിന്നെയും കഴിച്ചു. എന്താ അമ്മയ്ക്ക് മുഖം വയ്യാത്തോണ്ടാണോ? പോവാം. കൈ ഇരിക്കുന്ന സാധനം എന്തുവാ? നമ്മുടെ നാട്ടിലെ കോടാനാരങ്ങ ഉപ്പിട്ട 15 രൂപയുടെ നാട്ടിലെ സാധനത്തിന് 80 രൂപ. ഇവിടുന്ന് ഓൾമോസ്റ്റ് കഴിച്ചു കഴിഞ്ഞ. ചായ കുടിക്കാൻ നിർത്തിയതാണ് ഗൈസ്.
നമ്മുടെ നാട്ടിലെ പോലെ ഉഴുന്നോടൻ ചായ ഒന്നും കിട്ടില്ല, ഇവർ ബിസ്ക്കറ്റും ചായയാണ് കഴിക്കണേ. ഞാൻ ചായ കുടിക്കാറില്ല, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അറിയാനായിട്ട്. കോഫി പിന്നെയും കുടിക്കും, പക്ഷെ അങ്ങനെ മൂടൊന്നുമില്ല, അങ്ങനെ അഡിക്റ്റ് ഒന്നുമല്ല. നമ്മൾ പ്ലം തിന്നാണ് ഗേസ്. പ്ലം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ കുറച്ച് പ്ലമ്മൊക്കെ വാങ്ങിച്ചായിരുന്നു, അത് കഴിക്കാൻ നമ്മൾ. നമ്മൾ കുരു തുപ്പിയ ക്ലാസ് ഇടുന്നുണ്ട്. ഇതെന്തോ ഒരു നട്ടാണ്, ഇതിൻ്റെ പേരുള്ളിൽ കിടപ്പുണ്ടോയെന്ന് അറിയത്തില്ല. തിന്നപ്പോൾ നമ്മളങ്ങ് ഞെട്ടിപ്പോയി, കിടുക്കൻ ടേസ്റ്റ്. ഇതിൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എന്താണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ നല്ല ടേസ്റ്റ്. വേണമെങ്കിൽ ഞങ്ങളിത് എടുത്തിട്ട് പുറത്ത് വെച്ച് കാണിച്ചു തരാം. എളുപ്പളിക്ക് വെച്ചു വീഡിയോ വെച്ച് തന്നെ വിളിച്ചു നോക്കട്ടെ. ഇതാണ് ആ ഞട്ട്. പൊട്ടിക്കാൻ കുറച്ച് പാടാ. ഇതിന് മണം തന്നെ നല്ല രസമുണ്ടല്ലേ, സോ ടേസ്റ്റി. ക്യാരമലിന്റെ ഒരു സ്മെല്ലില്ലേ? ഉണ്ട്, ക്യാരമലിന്റെ ഒരു സ്മെല്ലുണ്ട്. കാശ്മീരിലെ ഡേ 2 എത്തിയിട്ട് 3-ാം ദിവസം. നമ്മൾ ഇന്ന് എവിടെ പോകുന്നേ? അപ്പം ഫേസ് 1 വരെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഫേസ് 2 ബുക്ക് ചെയ്തിട്ടെന്ന് ചോദിച്ചപ്പം ഇവിടെ ചില ആൾക്കാരൊക്കെ സമ്മതിച്ചില്ല. ഇപ്പോഴാണ് ഓർക്കുന്നത്, പക്ഷേ ഫേസ് 2 വേണമെന്നൊക്കെ ചില ആൾക്കാർക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തോന്നുന്നു, പക്ഷേ പ്രശ്നം ഹൈ ആൾട്ടിറ്റ്യൂഡ് അത് തന്നെയാണ് പ്രശ്നം. എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ, അവിടെ ചെന്നിട്ട് നോക്കിയിട്ട് പറയാം. ഫേസ് 1 എന്തോ 22 ഒക്കെ ഉള്ള ടെമ്പറേച്ചർ, ഫേസ് 2 7 or 11 ഒക്കെ ഉണ്ട്. നമ്മൾ ഡ്രൈവർ പിക്ക് ചെയ്യാൻ വരും. ഫുഡ് കഴിക്കാൻ നിർത്തി ഗൈസ്. നമ്മൾ ഓൺ വഴിയാണ് ഫുഡ് കഴിക്കുന്നത്. ഡ്രൈവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് നമ്മളിവിടെ വരെ എത്തി. ഇനി എന്തോ ചേർത്തലാലപ്പുഴ ദൂരം കൂടെ ഉള്ളൂ. നമ്മൾ ഓൺ ദ റോഡ് ഒരു ഹോട്ടലിൽ നിർത്തി. പുള്ളി വന്നിട്ട് പറഞ്ഞു പുള്ളിയുടെ ഒറ്റയ്ക്കേ ഉള്ളൂ, എല്ലാവരും ഒരു ഡിഷ് എന്നുള്ള സാധനം ഓർഡർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും ആലു പറഞ്ഞിട്ട് പറഞ്ഞു. പുള്ളി ഓർഡർ എടുക്കാൻ വന്നത് തന്നെ നമ്മൾ വന്നിട്ടാണ് പുള്ളി പോയി പല്ല് വെച്ചത്. അത്ര സമയം കഴിഞ്ഞിട്ട് പുള്ളി ഓർഡർ എടുക്കാൻ വന്നത്. കാണാനൊരു മുട്ടൻ സെറ്റപ്പ്, സെറ്റപ്പൊക്കെ ഉണ്ട്. അറിയത്തില്ല ഫുഡിന് വായി വയ്ക്കാൻ കൊള്ളാവോന്ന്. കാശ്മീർ ഫുഡ് എനിക്കത്ര പിടിക്കുന്നില്ല കേട്ടോ. നീ കാശ്മീർ ജീവിക്കാൻ പോകുന്ന ആളാ. അതെ, എനിക്കത് വിഭവമുണ്ട്. നമ്മളതൊക്കെ ഇടുന്നൊരു മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആളിപ്പോൾ ലിബാമൊക്കെ ചോദിക്കുന്നത്. ഫുൾ സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളാണ് സിനിമ ഇപ്പം മോയ്സ്ചറൈസർ ഇടും, സൺസ്ക്രീൻ ഇടും അല്ലേ, എല്ലാ ഫുൾ സ്കിൻ കെയർ ചെയ്തിട്ടിരിക്കുന്ന ഒരു സുമുഖ സുന്ദരനാണിത് അല്ലേ. അമ്മ ഇപ്പം ചെയ്തു തുടങ്ങി, അമ്മ നേരത്തോട്ട് ചെയ്തോണ്ടായിരുന്നു തോന്നുന്നു. അമ്മയുടെ സാഫ്രൺ ഇട്ടാ. അതെ, അമ്മ ഇന്നലെ ആൻറ്റി ഏജിങ് എന്നൊക്കെ പറഞ്ഞ് കുങ്കുമപ്പൂവിൻ്റെ സെറമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ അമ്മ. ഇനി നിങ്ങൾ കാണുന്നത് പുതിയൊരു സെല്ലമ്മേനെ ആയിരിക്കും ഒരു 1-2 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിയിട്ട്. ഇച്ചിരി മേടിച്ചിട്ട് കേട്ടാ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഷോർട്സിൽ ഞാൻ പറഞ്ഞു ഇതിലേത് സൈഡിൽ കൂടെയാണ് ഞങ്ങൾ ഒരുപോലെ ഇരിക്കുന്നതെന്ന് കുറേ പേര് പറയുന്നത്. എങ്ങനെ തോന്നി നിങ്ങൾക്ക് പറയാൻ? She is 30 guys. Do I look like a 30-year-old? No. She's 26 actually, but yeah. നോക്ക്, ഞങ്ങൾ സിമിലാരിറ്റി. ഫേസ് ഷേപ്പ് ഡെഫിനറ്റ്ലി നോട്ട് ഒന്നല്ല. നോക്ക്, കണ്ണ് സിമിലർ ആണ്, പക്ഷെ നോട്ട് അത്രയ്ക്കൊന്നുമില്ല. അവളുടെ കണ്ണ് കുറച്ചുകൂടെ പ്രിട്ടിയറായിട്ട് എനിക്ക് തോന്നുന്നു ഷേപ്പൊക്കെ. പിരിക ഏതാണ്ടൊക്കെ ഒരുപോലെ, മൂക്കൊരുപോലെ. ഐ അഗ്രി അല്ലേ, മൂക്കൊരുപോലെ. ചുണ്ടൊരുപോലെ അല്ല, നോക്ക്, ചുണ്ടൊരുപോലെ അല്ല അല്ല. ഹെയർ കട്ട് ഇപ്പം ഒരുപോലെ അല്ലേ. വി ഡോണ്ട് ലുക്ക് ഒരുപോലെ. ഐ എം ദ പ്രിട്ടിയസ്റ്റ് വേർഷൻ ഗൈസ്. എന്താ നിങ്ങൾ പറയണേ? പുള്ളി ഒറ്റയ്ക്കാണുള്ളത്. പുള്ളി സോറിയും പറഞ്ഞ് ചായയും തന്നു, ആലു ഭുജിയും തന്നു. പക്ഷെ ആലു ഭുജി എന്ന് സോറി ആലു പറാട്ട. എങ്ങനെയുണ്ട്? ബ്രേക്ക്ഫാസ്റ്റ്.
നമുക്ക് വഴിയിൽ ഡ്രൈവർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാം. നമ്മൾ ടങ്മാർഗ് എത്തി. അപ്പോൾ വിൻ്ററിൽ ഇവിടം വരെ നമ്മുടെ സിറ്റിയിൽ നിന്ന് വരുന്ന ടാക്സിക്ക് വരാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ലോക്കൽ ടാക്സിയാണ്. എന്തോ ടയറിൽ ചെയിനൊക്കെ ഇട്ട് പ്രത്യേക രീതിയിൽ അവർ പോകത്തുള്ളൂ. സിറ്റിയിൽ നിന്ന് ഒരു ടാക്സികൾക്ക് പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ആക്ച്വലി നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഗുൽമാർഗിലേക്ക് പോകുന്ന വഴിക്കുള്ള സീനറി നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ മലയും മരവും ഒക്കെ ആയിട്ട് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ നല്ല സ്മൂത്തായിട്ടാണ് പോയിക്കൊണ്ടിരുന്നതും. പിന്നെ പുള്ളി ഓരോന്ന് കാണുമ്പോഴും ഇങ്ങനെ എല്ലാം നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. കേബിൾ കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ കയറി ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് സൗണ്ട് ചെറുതായിട്ട് അടിയുന്നുണ്ടോ എന്നൊരു സംശയം. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നമ്മുടെ ഏജൻസിക്കാർ നമ്മളെ പറ്റിച്ചുകൊണ്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഈ പ്രാവശ്യം വി ബുക്ക്ഡ് എ മച്ച് ബെറ്റർ പാക്കേജ്. അതാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു വട്ടം സ്കാൻ ചെയ്ത് കയറി അടുത്തത് വെച്ചു ആണ് കേട്ടോ. ഇത് ഫുൾ ബുക്ക് ചെയ്തതും പാക്കേജും എവ്രിത്തിങ് വെച്ചുമാണ്. കേബിൾ കാർ ഇങ്ങനെ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇവിടെ വന്നിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ആൾക്കാർ കയറി കഴിഞ്ഞ് അങ്ങോട്ട് ഷൂ എന്ന് പറഞ്ഞു പോകും. അങ്ങനെയല്ല, അത്ര സ്പീഡല്ല. എന്നാലും ഇപ്പോൾ ഇവിടെ ഭയങ്കര ലാഗായിട്ട് വരുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം കയറാൻ പറ്റില്ല. ഈ പ്രാവശ്യം വി ആർ റിയലി എക്സൈറ്റഡ് ടു ഗോ. ഷൂ എന്ന് പറഞ്ഞു പോകണം. ഏരണ്ടമ്മ കയറിയോളൂ, തുടങ്ങട്ടെ. നമുക്ക് പേടിയുണ്ടോ? അത് പക്ഷെ നേരല്ലേ ഒന്നിത് കേറ്റം കയറാ. ഫസ്റ്റ് ഫേസ് മാത്രമാണ് ബുക്ക് ചെയ്തത്. അപ്പൊ അവിടെ എത്തിയാൽ സ്നോ ഒന്നും ഉണ്ടാവില്ല. സെക്കൻഡ് ഫേസിൽ പോയാലും പക്ഷെ സ്നോ ഇപ്പോ സ്നോ സീസൺ അല്ലാത്തതുകൊണ്ട് അഗ്ലി സ്നോ, കറുത്ത സ്നോ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. കോടക്ക് അവിടെയാണ് നമ്മൾ വന്നത്. സ്മോൾ ഫ്ലവേഴ്സ്. ഫേസ് 2 കാണിച്ചു തരാം. നമ്മൾ ഫേസ് 1 ഫേസ് 2 ഷോ അതൊരല്ലേ അങ്ങനെ നമ്മൾ പോകുന്നുണ്ട്. അതുണ്ടാക്കണ്ട കേബിൾ കാർ സാധനം ഉണ്ടാക്കണ്ട. മീറ്റർ മേലെ 3 കിലോമീറ്ററിന് മേളിലാണ് നമ്മൾ. ചെറിയൊരു തണുപ്പ്, ഒരു ഊട്ടി പോകുന്നവരൊക്കെ ഇതിൻ്റെ ആവശ്യമില്ല, സഹിക്കാൻ പറ്റുന്ന തണുപ്പ്. It's so hard to breathe kind of. അച്ഛനും പറയുന്നുണ്ട് ചെറിയ ശ്വാസം മുട്ടുണ്ടെന്നു. ഓ ചെറിയതൊക്കെ എനിക്ക് സഹിക്കാൻ, എനിക്ക് കുഴപ്പമില്ല. ലച്ചനൊരു ശ്വാസം ലച്ചു ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട്. മഹാശൈല്യം പുറകെ ആൾക്കാര് എന്താ ആൾക്കാര് അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതമാർഗം, നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ശൈലിയാണ്. ഈ കോഫി തൊട്ട് റീലെടുക്കൽ ആൾക്കാർ 500 രൂപക്കൊരു റീല്. യെസ്, ഞാൻ 100 രൂപ ഞാൻ എടുത്തുതരാം. പിന്നെ ഈ കാലഘട്ടത്തിൽ അവർക്കിപ്പോൾ വേറെ വരുമാന മാർഗ്ഗമില്ല. അപ്പോൾ അവർക്ക് ഇത് എങ്ങനെയാണ് ഒരാളെ ചാക്കിടുക എന്നുള്ള അവരുടെ ഏറ്റവും വലിയ ഉദ്ദേശം. മറ്റെടുത്താരൊക്കെ ഇട്ട് അതല്ലോ എന്തായാലും എടുത്തോണ്ട് വന്നാ. വെയിലുണ്ടോയെന്ന് ചോദിച്ചാൽ വെയിലുണ്ട്, ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ ചൂടില്ല, തണുപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ തണുപ്പുണ്ട്. പക്ഷെ അങ്ങനെ തണുപ്പൊന്നുമില്ല. പക്ഷെ ചെറിയ തണുത്ത കാറ്റെല്ലാം അടിച്ച് കണ്ണിൽ സൂര്യനും അടിച്ച് ഫോട്ടോ എടുക്കണം. അതെ, അച്ഛൻ നമ്മുടെ ഫോട്ടോ എടുക്കുക, ബാക്കി ഇത് പോസ്റ്റ് ചെയ്യാം. എന്താ 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 ക്രോണോളജിക്കലോ അതെന്ത് ചെയ്താ ഒന്നുകൂടെ പറഞ്ഞേ. ഒച്ചത്തി Chronological age is above 50. ആ But our biological age is below 30. Do you know? അതെ, ആ മുട്ടൊന്ന് മടക്കിക്കേ, ആ മുട്ടൊന്ന് മടക്കിക്കേ. 4 സ്റ്റെപ്പ് കയറുമ്പോ സൂര്യൻ തീർന്നു. പോയിരിക്കും ഇവിടെ ആ കല്ലിൽ ഈ കല്ലൊക്കെ പോയിരിക്കും. അങ്ങനല്ല, മടക്കിയത് വയറിൻ്റെ അവിടെ മുട്ടിച്ചേ. കോഫിയും ഹോട്ട് ചോക്ലേറ്റും പറഞ്ഞാൽ വന്നിട്ടുണ്ട്.
ഞാൻ കോഫിയാണ് പറഞ്ഞത്. ലെറ്റ്സ് ട്രൈ കാശ്മീർ ഗുൽമർഗ് ടോപ്പിൽ വന്നിട്ട് ഉള്ള കോഫി എങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മൾ റിട്ടേൺ ഇറങ്ങുവാണ് ഫേസ് 1 നിന്ന് കേബിൾ കാർ വഴി തന്നെ. വന്ന കേബിൾ കാർ വഴി നമ്മൾ ഇറങ്ങുവാ. स्ट्रॉबेरी पॉइंट, हाँ उधर स्ट्रॉबेरी नहीं अभी नहीं है, मगर होता है अभी नहीं है। ये हट है, गवर्नमेंट हट, ये न्यू हट बना है देखो. അവിടെ ആണ് സ്ട്രോബെറി ഫാം. അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നത്. പക്ഷെ ഇപ്പോൾ അവിടെ ആർമി എന്തോ ക്ലോസ് ചെയ്തേക്കാം. അതാ അവിടെ എന്തുമായിട്ട് പാകിസ്ഥാൻ ബോർഡറാണ് ആ സൈഡിലേക്ക്. സോ ഇപ്പം അത് ആർമി ക്ലോസ് ചെയ്തേക്കാം അങ്ങോട്ട് പോകുന്നത്. സോ നമ്മളിവിടെ നിന്ന് ഇവിടെ പുഴയോ അതൊക്കെയുണ്ട്, അതിൻ്റെ വീഡിയോ എടുക്കാം. നമ്മൾ എവിടെയെങ്കിലും നിന്നൊന്ന് ഫോട്ടോ എടുക്കാനായിട്ടുള്ള പരിപാടിയാണ്. എവിടെ നിന്ന് എടുക്കും എന്നുള്ള ഡൗട്ടാണ്. ഇവിടെ മല, മരം, പച്ചപ്പ്, പുഴ, പച്ചപ്പ്, പൂവ്. സോ ഈ കുതിരനെ കാണുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരന് ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയണേ. എന്തോ പറ്റിയിട്ടുണ്ട് കുഞ്ഞിന് തകരാറായിട്ട്. എന്നതാ പ്രശ്നമൊന്നും മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഇനി അവർ ഓണറും കുതിരയും കൂടെ ഫണ്ണാകുമായിരിക്കും. എന്തോ കാര്യത്തിന് എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ ലത്തീഫ് ഭയ്യ, നമ്മുടെ ഡ്രൈവറും ഓൾ ഇൻ ഓളും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കാശ്മീർ വന്നിട്ട് ഇതുപോലെ വണ്ടി വേണമെങ്കിലും പാക്കേജ് വേണമെങ്കിലും ഒക്കെ പുള്ളിയുടെ നമ്പർ ഞാൻ എന്തായാലും താഴെ കൊടുത്തേക്കാം. ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യുക. അടിപൊളിയാണ് ആള്. അതുപോലെ തന്നെ നമ്മളെ പാക്കേജ് കണക്ട് ചെയ്ത് തന്നത് നിയാസ് അല്ലേ, നിയാസ് എന്ന് പറഞ്ഞ ചേട്ടനാ. ഞാൻ പുള്ളിയോട് ചോദിക്കട്ടെ പുള്ളിയുടെ നമ്പർ കൊടുക്കാവുന്നത്. അങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ പുള്ളിയുടെ നമ്പറോട് കൊടുത്തേക്കാം. അപ്പോൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത്. നമ്മളൊരു ഹോം സ്റ്റേയിലൊക്കെയാണ് നിൽക്കുന്നത്. അത്യാവശ്യം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പാക്കേജിൽ മൊത്തത്തിൽ ഒരു സ്കാം ആയിട്ടാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. ദിസ് വൺ വാസ് റിയലി നൈസ്. പുള്ളിയെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, എല്ലായിടും കൊണ്ടുപോകുന്നുണ്ട്. സോ എല്ലാവരും കാശ്മീർ വരിക. നീ കണ്ട് മറ്റേ റെഡ് പൂവും വൈറ്റ് പൂവും കൂടെ ഒക്കെ നിൽക്കുന്ന ഒരു വ്യൂ പോയിന്റ്. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ കിച്ചൻ അങ്ങ് കണ്ടോ, നല്ല രസമുണ്ട്. എല്ലാം കൂടി വൈറ്റും റെഡും കൂടി കിടക്കുന്നതാണ്. ബാക്കിലൊരു മലയും. ഫോൺ എങ്ങോട്ട് തിരിച്ചാലും വ്യൂ ആണ്. എങ്ങനെ തിരിച്ചാലും ഇവിടെ ഉണ്ട് അഗ്ലി വ്യൂ ഉണ്ട്, ബാക്കിയെല്ലാം പ്രട്ടിയാണ്. നെല്ലും എല്ലാം തിരക്കില്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു ഇത്ര രസം. പക്ഷെ എല്ലാവരും വരിക, തിരക്കാക്കുക. ഞാൻ കാശ്മീർ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നു ഗൈസ്. കൊളുത്തി പിടിച്ച് അച്ഛനിപ്പോൾ എപ്പോഴും വന്ന് കൊളുത്തി പിടിക്കലാണ്. ഇതിന് നിങ്ങൾക്കൊരു വാട്ട് ടു ഡു കൊളുത്തി പിടിക്കുമ്പോൾ എന്നറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയക്കുക. അത്യാവശ്യമുള്ളതുകൊണ്ടാണ്. ഇവിടെ ഡോക്ടർ എന്തൊക്കെയോ ട്രൈ ചെയ്യുന്നത്. ഇതിപ്പോൾ സ്ഥിരമാണ് ഇവിടെ പോയാലും അല്ലേ, എപ്പോഴും. സ്വന്തമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇഷ്ടമാണ്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ വിളിക്കുന്ന ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞാൽ. ഇതുപോലെ സ്ഥിരം വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് കൺസേണിങ് ആണെങ്കിലും പറയുക. ഓക്കെ, ഇത് എപ്പോഴും ഉണ്ട്. ഇപ്പം അച്ഛനും വന്നു ഫോക്കസ് ആവുന്നില്ല. ഫോക്കസ് കുറേ പൂണ്ട്. വൈറ്റ് ബ്ലൂ, പക്ഷേ വൈറ്റ് പൂ, മഞ്ഞപ്പൂ, വാടാമല്ലി. റിയൽ അയ്യോ അമ്മേ. ഡാഫോഡിൽസ്. ബ്രീത്തിങ് ഇഷ്യൂ ഒന്നുമില്ല. ഹലോ ഒറ്റടി തന്നെ ഞാൻ കളഞ്ഞു. ഈ അടുത്ത ഡാഫോഡിൽ മുക്കി കയറി അമ്മേ. ഗൈസ്, നമ്മളപ്പോൾ ഈ ഫ്ലവറിൻ്റെ പോയിന്റ് വന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവിടെയാണ്. ഭയങ്കര ഭംഗി കാണാൻ. ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇവിടെ കാശ്മീരൊന്നും ഉണ്ടാവൂലായിരുന്നു. ഇവിടെ അവർ പറഞ്ഞു കാശ്മീരി ഫാമിലീസൊക്കെ സാറ്റർഡേ വന്നിട്ട് ദേ കുക്ക് ഫുഡ്, ദേ ഈറ്റ് ഇറ്റ് ആൻഡ് സൺഡേ മോർണിംഗ് തിരിച്ചോ അല്ലേ. അങ്ങനെയുണ്ട്. ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അങ്ങനെ കാശ്മീരി ഫാമിലീസ് ഡു സ്പെൻഡ് ദർ ടൈം ഹിയർ. നമുക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഐ മീൻ മൂന്നാറൊക്കെ പോവാം. സ്റ്റിൽ വളരെ ഭയങ്കര തിരക്കല്ലേ. എനിക്കൊന്ന് സീസൺ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തിരക്കില്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു. ദിസ് ഇസ് ലൈക്ക് ബട്ട് ഐ മീൻ ലൈക്ക് സീസൺ ആണ്. ബട്ട് അപ്പോൾ ഹൽഗാം ഇഷ്യൂ ചെയ്യുന്നു.
അത് കാരണം ആൾക്കാർ വരാത്തത് കൊണ്ടുള്ള തിരക്ക് കുറവ് കാരണമാണെന്ന് തോന്നുന്നു. ദിസ് ഇസ് ലൈക്ക് ദിസ് പ്രെറ്റി ഹിയർ ലൈക്ക് ഗൈസ്. നല്ല വെയിലുണ്ട്, സൂര്യ നല്ല ഉച്ചയ്ക്ക് മേളിൽ നിൽക്കുക. നമുക്ക് ഫുൾ ഇതാണ് വൈറ്റ് പോയിന്റ്, ഫുൾ വൈറ്റ് ഫ്ലവേഴ്സ് ആണ്. ഇത് ഗുൽമാർഗിൽ മാത്രം ഇങ്ങനെ ഫ്ലവേഴ്സ് വരും. 1-2 മാസം കഴിയുമ്പോൾ ഓട്ടം വരുന്നത് മൊത്തം പോകുന്നു. ഇപ്പം ഇതിങ്ങനെ വളർന്നു ബ്യൂട്ടിഫുൾ ആയിട്ട്. ബാക്കിലൊക്കെ ഗുൽമാർഗിൻ്റെ വ്യൂ ആണ്, മാർക്കറ്റ് വലിയ കുതിരകളൊക്കെ പോകുന്നതും അടിപൊളി വ്യൂ ആണ് ഇതിന്. ഇത് ഫുൾ ഗുൽമാർഗ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ദാറ്റ്സ് ദ പോയിന്റ്. നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ലാസ്റ്റ് ഗുൽമാർഗിലെ വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് വന്നിട്ട് നേരെ നോക്ക് we can see the whole thing and it's pretty, all these trees എല്ലാം നല്ല രസമുണ്ട്. താഴേക്ക് വൈറ്റ് ഫ്ലവേഴ്സ്, ബാക്കിൽ വണ്ടിയുടെ ഹോണടി. ദാറ്റ് ഈസ് കാശ്മീർ. ഈ സൈഡ് മലയാന്ന് തോന്നുന്നു, ആ സൈഡ് സിറ്റി നേരെ പരന്ന് കിടക്കണു. കുറച്ച് ഫോട്ടോസ് കിച്ചണം, അതൊക്കെ തന്നെയാണ് നമ്മുടെ പരിപാടി. ഫോട്ടോസ് എടുക്കണം. കാശ്മീരിൽ ഗുൽമാർഗിൽ നിന്ന് ഇങ്ങോട്ട് തിരിക്കുകയാണ്. ഒന്നും കൂടി ഇപ്പോൾ കുറേ വ്ളോഗേഴ്സ് ഇപ്പോൾ ഇവിടെ മൊത്തം. നമ്മളിപ്പോൾ കാശ്മീരിൽ നിന്ന് തിരിക്കുക, കാശ്മീരിൽ നിന്നല്ല ഗുൽമാർഗിൽ തിരിക്കുകയാണ്. ഗുൽമാർഗിൽ നിന്ന് റിട്ടേൺ ജേണിയാണ് ഇതിൽ കാണുന്നത്. ഇതിൽ ഒരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ബാക്ക് സൈഡ് നമുക്ക് ശ്രീനഗർ ടൗൺ എന്നിട്ട് കാണാൻ പറ്റും. ഇത് നോക്കുക, ശ്രീനഗർ ബാക്ക് സൈഡിൽ കാണാൻ പറ്റും. അതുകൊണ്ടൊരു നദി ഒഴുകി ഒന്ന് പാടൊക്കെ ഉണ്ട്. ഇപ്പോൾ വേനലായതുകൊണ്ട് വെള്ളമെല്ലാം പറ്റിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത് തന്നെ ഇവിടെ ഓട്ടം വരാൻ പോവുകയാണ്. അത് കഴിയുമ്പോൾ ഗംഭീര സീസണാണ് വരേണ്ടത്. നമ്മളെല്ലാവരും കാശ്മീരിലേക്ക് വരണം. കാശ്മീർ ഇപ്പോഴും പഴയ പോലെ തന്നെയാണ്, ആരും പേടിക്കേണ്ട. അവർ എടുത്ത മിലിറ്ററി ഒക്കെ സ്ട്രോങ് ആണ് പറയുന്നുണ്ട് വീണ്ടും കാശ്മീരിൽ കാണുന്നുണ്ട്. എന്നാലും പഴയ പോലെ തന്നെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളെ ഭയങ്കര ക്യാൻവാസിങ് ആണ്, അത് പഴയ പോലെ തന്നെയാണ്. ഒരു ജീവിതമാർഗ്ഗം ആയതുകൊണ്ട് നമ്മൾ അതിനൊന്നും പറയുന്നില്ല. നമ്മളവിടെ ചിലപ്പോൾ കുതിരസവാരി കൊണ്ടുപോകാം, ഓരോ കാര്യങ്ങൾ. നമ്മുടെ ഡ്രൈവർ ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങൾക്ക് വളരെയധികം ഉപകാരമുണ്ടായൊരു വ്യക്തിയാണ്. അദ്ദേഹം പല കാര്യങ്ങൾ നമുക്ക് സേവ് ചെയ്തു. അതിനും അനാവശ്യമായ ഒരു ചാർജ് പോലും പുള്ളി നമ്മളെ കൊണ്ട് ഈടാക്കിയിട്ടില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ഇവിടെ ഇപ്പോൾ ഒത്തിരി പിള്ളേരൊക്കെ റീലെടുക്കാനൊക്കെ വരും. കാശ്മീരി പിള്ളേർ റീലെടുത്ത് ഒരു 500 രൂപ കൊടുത്താൽ മതി. പക്ഷെ നമുക്ക് ആവശ്യം റീലായതുകൊണ്ട് നമ്മൾ 1-2 പേരെ കണ്ടൊക്കെ എടുപ്പിച്ചു, ഒക്കെ കൊണ്ട് ഒഴുക്കി പോകുന്നു. ഒന്നിത് ഒന്നത് എക്സ്പോർട്ടായതുകൊണ്ട് നമ്മൾ വേറെ സെപ്പറേറ്റ് റീൽ എടുത്തില്ല. എന്നിരുന്നാലും നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ പർച്ചേസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം അവരെ സഹായിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. നിങ്ങളും വരിക. ഓരോ ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പം ലഞ്ച് സ്പോട്ട് എത്തി. കിടന്ന പൊസിഷൻ ശരിയായി. ഇവിടെയും കാലൊക്കെ വേദന എടുക്കുന്നു. ഇവിടെ വന്നിട്ട് ലച്ചുവിനിപ്പോൾ കുറച്ച് മറ്റേത് കുത്തിരി ചോറല്ലേ നമ്മൾ കഴിക്കുന്ന ചോറെന്താ? കുത്തിരി ചോറും മോരും സാമ്പാറും മീൻകറിയും കഴിക്കാൻ തോന്നുന്നു ഗൈസ്. ഞാനെന്ത് ചെയ്യും 6 മാസം ഇനി. ഗ്രീൻ ആപ്പിളാണ് 1 മാസത്തിന് ശേഷം. ഇതെല്ലാം റെഡാണ്. നമ്മുടെ ഹോട്ടലിൻ്റെ ബാക്ക്, നമ്മൾ കഴിക്കാൻ നിർത്തിയ റെസ്റ്റോറൻറ്റിൻ്റെ ബാക്കിൽ തന്നെയാണ്. നമ്മൾ ഓർഡർ കൊടുത്തു. എന്നിട്ട് നമ്മളിങ്ങനെ ഇവിടേക്ക് ഒന്ന് ഫോട്ടോ എടുക്കാം. ആപ്പിൾ കണ്ടോ ഗൈസ്? ഗ്രീൻ ആപ്പിളാണ്. 10 മാസം ആകുമ്പോൾ പോലത്തെ സാധനം അല്ലേ? ഫേവറേറ്റ് ഫ്രൂട്ടാണ് ആപ്പിൾ. ആപ്പിൾ ചെത്തുന്ന ഞാൻ എന്തോരം തിന്നോളും. ഇവിടെ ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ കൂടുതൽ അവക്കാടോ കണ്ണൊക്കെ ഇങ്ങനെ ഇതാരെങ്കിലും ഒന്ന് മുറിച്ചു തന്നെ എന്ത് ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഇതെല്ലാം ഇങ്ങനെ റെഡായി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ബട്ടർ മസാലയും ദാലും ഒക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മുടെ ബിഗ് ഫാൻ ഓഫ് നോർത്ത് ഇന്ത്യൻ ഫുഡ്. ഇവിടെ ഇതേ കിട്ടും. അപ്പം നമ്മളിതേ കഴിക്കൂ. സ്പൂണൊക്കെ വെച്ച് കഴിക്കത്തുള്ളൂ, കാരണം ഇവരുടെ കൈ പെട്ടെന്ന് കറി നമ്മുടെ കയ്യിൽ ഭയങ്കരമായിട്ട് സ്റ്റെയിൻ ആവുന്നു. ബോലോ വാഴപ്പഴം. വാഴപ്പഴം Malayalam word ra is difficult to say. Bowl Tamil or Hindi wale ra so Malayalam mein hai ra. Vaഴപ്പഴം means kela. Banana. Malayalam difficult language. मलयालम पूरा डिफिकल्ट लैंग्वेज है. मलयालम भी कश्मीरी भी डिफिकल्ट है. कश्मीरी भी
नेक्स्ट पीपल नहीं ज़्यादा अंडरस्टैंड कर पाएगा मलयालम भी दूसरा स्टेट का ज़्यादा अंडरस्टैंड नहीं कर पाएगा उसको ज़्यादा टाइम लगेगा മലയാളം इज वेरी टफ മലയാളം ഭയങ്കര പാടാ കാശ്മീരി में कुछ टीच करो शिकायत असक ഹോ എന്ത് शिकायत असक शिकायत असक ऊसक Sikat Osak. शिकायत ऊसक मींस आपको बोलना है गुलमर्ग असस गुलमर्ग थी आपको बोलना है गुलमर्ग असस ഗുൽമർഗ് ഇതിലേക്ക് എവിടെ പോയി എന്നാണ് തോന്നുന്നു बायस गुलमर्ग की पैठ वापस Gulmargi പോയി. Okay. वापस Papas. തിരിച്ചു വരുന്നു. ദേ നമ്മുടെ बायस गुलमर्ग होम की स्टे पैठ वापस Papas. പുറകിലാളുണ്ട്. बसस गुलमर्ग गमस क्या बसस गुलमर्ग गमस उसका मतलब मैं गुलमर्ग गई थी ഗുൽമാർഗ് ഗുസ്മസ് गमस गुलमर्ग ഗൈസ് നെക്സ്റ്റ് ഡേ ഇപ്പം ചെറുതായിട്ടൊരു പണി കിട്ടി. എനിക്ക് കാശ്മീരി ഫുഡ് എന്തോ കഴിച്ചിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല ഫുഡ് പോയ്സണായി, തീരെ വയ്യാണ്ടായതുകൊണ്ട് നമ്മുടെ അന്നത്തെ കറങ്ങാനുള്ള പ്ലാൻസ് ഒന്നും നടന്നില്ല. ഫുൾ കിടപ്പായിപ്പോയി. പിന്നെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴേക്കും ഒരു ഡോക്ടറിനെയും നേഴ്സിനെയും കൊണ്ട്, അതായത് എൻ്റെ അമ്മ നേഴ്സാണ്, ചേച്ചി ഡോക്ടറാണ്, നേഴ്സിനെയും ഡോക്ടറിനെയും കൊണ്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ചികിത്സയ്ക്കൊന്നുമുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. അവർ രണ്ടുപേരും ഉള്ളത് കാരണം തന്നെ ലച്ചു പുറത്ത് പോയിട്ട് വേണ്ട മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷേ ഇവിടെ അത് കിട്ടാൻ, എനിക്കൊന്ന് ലാംഗ്വേജിൻ്റെ ആണോ എന്താണെന്നറിയില്ല, കിട്ടാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അവൾ വാങ്ങിച്ചുകൊണ്ട് വന്നത്. എന്നിട്ട് അമ്മയും അവളും കൂടെ ട്രിപ്പ് ഇട്ട് തരുമായിരുന്നു എനിക്ക്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു DIY ട്രിപ്പ് പോലാണ് തോന്നിയത്. കാരണം അതിന് പ്രോപ്പറായിട്ട് വെക്കുന്ന ഒട്ടിക്കുന്ന സാധനങ്ങളൊന്നും കിട്ടിയിട്ടായിരുന്നു. ബാൻഡേജ് കൊണ്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ ട്രിപ്പിൻ്റെ സാധനമൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുമായിരുന്നു നമ്മുടെ കർട്ടൻ്റെ സാധനത്തിലൊക്കെ. ബട്ട് എനിവേ ഇറ്റ് വർക്ക്ഡ് കേട്ടോ. ഞാൻ എണീറ്റ് വന്നു. ഗൈസ് ഫുഡ് പോയ്സൺ ഒക്കെ കഴിഞ്ഞ് ഒരു ട്രിപ്പ് കിട്ടുമ്പോൾ എണീറ്റു. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്ന് പറയുന്നതുകൊണ്ട് ഒരുങ്ങിയിട്ടുണ്ട്. നമ്മൾ കോളേജിൽ പോയാൽ ഒരു ഡ്രോപ്പ് ഓഫ് ചെയ്യുമെന്ന്, എന്നിട്ട് പോവും. അത് നമ്മൾ കറങ്ങാൻ പോകുന്നൊക്കെ പറഞ്ഞെടുത്ത ഔട്ട്ഫിറ്റ്സാണ്. പക്ഷെ എങ്ങും പോകുന്നില്ല, കാരണം നമുക്ക് വയ്യ. നേരെ സ്ട്രെയിറ്റ് ടു കോളേജ്. അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോൾ എന്നെ കോളേജിൽ കൊണ്ടാക്കുമായിരുന്നു. കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ബക്കറ്റ്സൊക്കെ പോലെ, അതും കൊണ്ട് വെച്ചു. ഇവർ ശരിക്കും നാളെയാണ് പോകുന്നത്. എനിക്ക് നാളെ ക്ലാസ് തുടങ്ങും. അപ്പോൾ എന്നെ ഇന്നേ കൊണ്ടാക്കി. അപ്പോൾ എനിക്കൊരു കുറച്ച് സെറ്റിനായിട്ട് പോകാമല്ലോ. വെച്ചു ബൈ പറ. വെച്ചു വെച്ചു ബൈ പറ. സിനിമോ ബൈ പറ. അവിടെ വിളിക്കാം. എനിക്ക് വ്ളോഗ് ഇടണം, അതുകൊണ്ട്. ഒരു ഫ്ലോയ്ക്ക് പോയതാ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാമല്ലോ, ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്.